നമസ്കാരം. 4-ാം തീയതിക്ക് ശേഷം UDF മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി കാത്തുവെക്കുകയാണ്. അതിനുവേണ്ടി മുഖ്യമന്ത്രി ആരാകണം എന്നതിന് തല്ലും തുടങ്ങി. എന്റെ ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞു, ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞതാണ്. അത് മറ്റുള്ളവർ അംഗീകരിച്ചോളണമെന്നില്ല. കാരണം ഒരു നിരപരാധിയെ ശിക്ഷിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ, അത് കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായപ്പോൾ അയാൾ സത്യസന്ധമായി പ്രവർത്തിച്ചു, നിയമപരമായി പ്രവർത്തിച്ചു എന്നതിനെ തെറ്റിദ്ധരിപ്പിച്ച് ആഭ്യന്തരമന്ത്രിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് തെറ്റ് ചെയ്യേണ്ടി വന്നു, കാസർകോട്ടേക്ക് സ്ഥലം മാറ്റേണ്ടി വന്നു. പക്ഷേ ഞാൻ അത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ആ തെറ്റ് മനസ്സിലാക്കുകയും വളരെ പെട്ടെന്ന് അവിടെ ഈ മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് ഉൾട്ടാ പുൾട്ട അടിക്കാനൊന്നും നിന്നില്ല. കാരണം വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ആ സമയത്ത്. പ്രതിപക്ഷവും ഭരണപക്ഷവും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ആകെ എരപ്പാക്കിയിട്ടിരുന്ന ഒരു സമയമായിരുന്നു DYSP KK രവീന്ദ്രന്റെ ആ ഒരു സംഭവം. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സത്യം അതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് വരണം എന്ന് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു. അതിനർത്ഥം UDF ഇവിടെ അധികാരത്തിൽ വരുമെന്നല്ല. ഞാനിപ്പോഴും പറയുന്നു UDF അധികാരത്തിൽ വരുമെന്നുള്ളത് ഒരു 40% മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. 60% ഇവിടെ LDF തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. ജയിക്കാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അതിൽ ഒന്നാം സ്ഥാനം VD സതീശനാണ്. VD സതീശനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം എടുത്തു പിടിച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി മാത്രം നോക്കി ചാടി പോകുന്ന ഒരു സാഹചര്യം അവസാന നിമിഷം VD സതീശന് ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം കൂട്ടത്തിൽ തന്നെയാണത്. അത് താൻ ഒരു പുണ്യാളച്ചനാണെന്ന് തെളിയിക്കുന്നത്. അദ്ദേഹം കഴിവില്ലാത്ത ആളൊന്നും അല്ല, കഴിവുള്ള ആള് തന്നെയാണ്, നല്ല നിലപാടുള്ള ആളാണ്. അതുപോലെ ഒരുപാട് സംഘടനാ നേതൃസ്ഥാനങ്ങൾ നിന്നുകൊണ്ട് അത് കൃത്യമായി ചെയ്തു വന്ന ആളാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോജിച്ച ആളും തന്നെയാണ്. പക്ഷേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഒരു നിർണായക സമയത്ത് എടുത്ത തീരുമാനം, ആ തീരുമാനം ശരിയായിരുന്നില്ല. അത് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല എന്ന ഒരു നിലപാട് എനിക്കുള്ളത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹം തോറ്റ് കാണണമെന്ന് ആഗ്രഹം. കാരണം അത് ഇനി ജയിക്കണ്ട. അങ്ങനെ അദ്ദേഹം മറ്റൊരാളെ ചവിട്ടി തേച്ചിട്ട് കയറിപ്പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ മുതുകത്ത് ചവിട്ടി കയറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഊരതല്ലി വീഴണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പിൽ. പിന്നെ രണ്ടാമത് ഞാൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിൽ വേണ്ട, അതായത് തെരഞ്ഞെടുത്ത രാഷ്ട്രീയത്തിൽ വേണ്ട. സംഘടനയിൽ ഇരുന്നോട്ടെ, സംഘടനയെ നയിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉപദേശം കൊടുക്കാനും അതിനും ഇതിനുമൊക്കെ ഇരുന്നോട്ടെ. ഒരു പ്രതിപക്ഷ നേതാവായിട്ടോ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ മുഖ്യമന്ത്രി എന്ന നിലയിലോ സഖാവ് പിണറായി വിജയൻ വേണ്ട. അദ്ദേഹം തോൽക്കണം ധർമ്മടത്ത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതേസമയം PV അൻവർ മത്സരിക്കുന്ന ബേപ്പൂരിൽ അവിടെ PV അൻവർ ജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ മുഹമ്മദ് റിയാസ് ജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ദോഷമാണ് അയാൾ ചെയ്തിട്ടുള്ളത്? എന്റെ കാഴ്ചപ്പാടിലില്ല. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇങ്ങോട്ട് കൃത്യമായി വളരെ വികസന സങ്കല്പമുള്ള ബോധമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇതുവരെ നമുക്ക് ഇടതുപക്ഷ സമൂഹത്തിൽ കിട്ടിയിട്ടുള്ള നല്ല ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മരുമകൻ മന്ത്രിയായിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ജനം വെറുക്കുന്നു. അത് അമ്മായപ്പനോടുള്ള വെറുപ്പും അമ്മായപ്പനോടുള്ള വിദ്വേഷവും കൂടെ ഈ പറയുന്ന മുഹമ്മദ് റിയാസിലേക്ക് എത്തി നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല, ആ ഒരു പരിഗണന മുഹമ്മദ് റിയാസിന് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരും അദ്ദേഹത്തെ എതിർക്കുന്നു. അല്ലാതെ വ്യക്തിപരമായി മുഹമ്മദ് റിയാസ് മോശം ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു മോശം CPM-ന്റെ പ്രവർത്തകനോ അല്ല. നല്ലൊരു വ്യക്തി തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ മാറ്റി നിർത്തപ്പെടേണ്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ജയിക്ക് മാറ്റി നിർത്തപ്പെട്ടു, അങ്ങനെ പലരും മാറ്റി നിർത്തപ്പെട്ടു. അവർക്കൊന്നും സമൂഹത്തിൽ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല, യുവാക്കളാണ്. അതേസമയം CPM-ൽ സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്, അവരെ ഒന്നും നിർത്തിയിട്ടില്ല. അങ്ങനെ ഒരു സങ്കടവും സത്യത്തിലുണ്ട്. കാരണം ഇവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നത് ആ ഒരു കാര്യത്തിൽ യുവാക്കൾക്കാണ്. അത് LDF-ലും UDF-ലും ഉണ്ട്. എന്തോ ആയിക്കോട്ടെ, ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ LDF തന്നെ അധികാരത്തിൽ വരാനാണ് 60% ഞാൻ സാധ്യത കാണുന്നത്. അഭിപ്രായ സർവേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മൊത്തത്തിൽ നമ്മൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ലാസ് എടുക്കാനും അല്ലാതെയും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളിടത്തും വലതുപക്ഷത്തിന് സ്വാധീനമുള്ളിടത്തും ഇതല്ലാത്തടത്തും ഒക്കെ നമ്മൾക്ക് പോകാറുണ്ട്. ചില കുടുംബ സംഗമങ്ങൾക്ക് പോകാറുണ്ട്, അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും പോകാറുണ്ട്. നിങ്ങൾക്കറിയാം, ചില ദിവസങ്ങളിലൊക്കെ വീഡിയോകൾ ചെയ്യുന്നത് എവിടെ നിന്നെങ്കിലും ഒക്കെയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ പരിസരത്ത് ഒരു പരിപാടി ഉണ്ടാവുമെന്ന് കരുതിയാൽ മതി. അവിടെയൊക്കെ നമ്മൾ ഈ ഒരു വിശകലനം നടത്താറുണ്ട്. ആ വിശകലനത്തിൽ നമുക്ക് കിട്ടുന്നത് സംഗതി ഒരു പിണറായി വിരുദ്ധ തരംഗമുണ്ട്. അത് പിണറായി വിജയൻ എന്ന ഒരു ഏകാധിപതി കാണിച്ചു കൂട്ടിയതിന്റെ ഒരിതാണ്. അതിൻ്റെതായ ചില പ്രശ്നങ്ങളും സാമ്പത്തിക തിരിമറികളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുറെ ധാർഷ്ട്യം നിറഞ്ഞ കടൽക്കടവന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും മെച്ചം എന്ന് കരുതുന്നത് കൊണ്ട്
CPM-നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ LDF അധികാരത്തിൽ വരണമെന്നും ഈ പറഞ്ഞവരൊക്കെ പുറത്തു പോകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുറെ ആൾക്കാരെ പിടിച്ച് പടിക്ക് പുറത്താക്കിയതിന് ശേഷം LDF-നെ തന്നെ ഇവിടെ തിരികെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരു മൂന്നാം LDF മന്ത്രിസഭ തന്നെയാണ് വരാൻ സാധ്യത എന്നാണ് ഞാനും ഇപ്പോൾ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ഇലക്ഷൻ വിചക്ഷണ വിചാരകനൊന്നും അല്ല, അതുകൊണ്ട് അത് ശരിയായിട്ടുള്ളൊന്നുമില്ല, നമ്മുടെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ. പിന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള UDF-ന്റെ പെർഫോമൻസ് എപ്പോഴും അങ്ങനെയാ. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് UDF-ല് ആരാണ് നേതൃത്വ സ്ഥാനത്ത് എന്ന നിലയിൽ ഒരു തല്ലും വെള്ളവും കാണും. ഒരു പത്രസമ്മേളനത്തിൽ VD സതീശന്റെ മുന്നിൽ കുറെ മൈക്ക് ഇരിക്കുന്നു. അപ്പൊ സുധാകരനാണ് സംസാരിക്കേണ്ടത്, ഞാനല്ലേ പ്രസിഡന്റ് ചോദിച്ചിട്ട് സുധാകരൻ മൈക്ക് അങ്ങോട്ട് നീക്കി വെക്കുന്നു, VD സതീശൻ ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വലിച്ചങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു വല്ലാത്തൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെങ്ങനെയാ ഞാൻ പറയേണ്ടത്? അങ്ങനെ BPC പ്രസിഡന്റ് നിലക്ക് ഞാൻ തുടങ്ങി വെച്ചോളാം, നമ്മൾ പറഞ്ഞോളൂ. അത് ശരിയല്ല, ശരിയല്ല. പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടില്ല, പ്രസിഡന്റ് പറഞ്ഞല്ലോ, അത് തന്നെ പറയാനുള്ള എനിക്ക് വ്യത്യാസം. പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും, അത് തന്നെ പറയാം. പ്രസിഡന്റ് പറഞ്ഞല്ലോ, പ്രസിഡന്റ് പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പറഞ്ഞല്ലോ. ഞാൻ പിന്നെ എന്താ പറയണത്? എല്ലാ കാര്യവും പ്രസിഡന്റ് പറഞ്ഞല്ലോ, അതല്ലേ പറഞ്ഞല്ലോ. ഇത്രയും എന്താ പറയാ വിവരവും പാകതയും ഇല്ലാത്തവരാണോ UDF-ന്റെ നേതാക്കൾ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതായത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത്, നിർണായകമായി ജനം പ്രതീക്ഷയോടെ നോക്കുന്ന സമയത്ത് വൻ പരാജയമായി മാറുന്ന UDF നേതൃത്വത്തെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് തമ്മിലടി തന്നെയാണ്. അവിടെ നമ്മൾ LDF-നെ കണ്ടുപഠിക്കണം. അവർ CPI ആയാലും CPM ആയാലും എങ്ങനെയായാലും തമ്മിലടിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷെ അവർ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഭിന്നതകളെല്ലാം മറന്നവർ ഒരുമിച്ച് നിൽക്കും. ആ ഒരുമ അവർക്ക് വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മൂന്നാം പിണറായി മന്ത്രിസഭ വരും എന്ന് കരുതി പിണറായിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ ആ ഒരു ധാർഷ്ട്യം, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന, കടക്കപ്പുറത്ത് എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, ഒരു ഏകാധിപതിയുടെ എന്താ പറയുക, ഒരു ഹിറ്റ്ലറുടെ സ്വഭാവം. ആ സ്വഭാവത്തെ വെറുക്കുന്നു എന്നതൊഴിച്ചാൽ ഇവിടെ CPM-ന് എന്താണ് വിഷയമായിട്ട് ഇവിടെ ഉള്ളത്? അതുകൊണ്ട് പിണറായി ധർമ്മടത്ത് തോറ്റു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഇന്ന് CPM-ലുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായിയെ തോൽപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ LDF അധികാരത്തിൽ വരും. പിണറായിസത്തിന്റെ ആ ഒരു അന്ത്യം കഴിയുന്നതോടുകൂടി CPM-ന് ഉയർത്തെഴുന്നേക്കാൻ പറ്റും. അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഒരു മൂന്നാം മന്ത്രിസഭ ഉണ്ടാക്കി കഴിഞ്ഞാൽ CPM അതോടുകൂടി തീരുമെന്ന് അറിയാവുന്ന CPM-നെ ഇഷ്ടപ്പെടുന്നവർ പിണറായിയെ തോൽപ്പിച്ചുകൊള്ളും എന്നതാണ് ഞാൻ കരുതുന്നത്. Different angles. Don't forget to subscribe and support this channel.